ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 13-ാമത്തെ ശ്ലോകം. ദേഹീനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്രന മുഖ്യതി. അതായത്, എങ്ങനെയാണോ ജീവൻ ഈ ശരീരത്തിൽ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം എന്നിവ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെയാണ് മറ്റൊരു ദേഹം ലഭിക്കുന്നത്. ഇത്തരം ഒരു മാറ്റത്തിൽ വിവേകമുള്ളവർ ആരും തന്നെ ദുഃഖിക്കാറില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരം നിരന്തരം പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ പരിണാമത്തിൽ നമ്മൾ ആരും തന്നെ ദുഃഖിക്കാറില്ല. എന്നും ഒരു ബാലനായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുമോ? ഒരിക്കലുമില്ല. ബാല്യം കഴിഞ്ഞാൽ പിന്നെ കൗമാരം വരും, കൗമാരം കഴിഞ്ഞാൽ പിന്നെ യുവത്വം വരും, യുവത്വം കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യം വരും, വാർദ്ധക്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം മരണമാണ്. നമ്മുടെ അനുവാദം കൂടാതെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ നമുക്കാർക്കെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമോ? പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം. അത് നമുക്കാർക്കും സാധ്യമല്ല. പരിണാമ സ്വഭാവമുള്ളതാണ് ഈ പ്രപഞ്ചം. അങ്ങനെ പരിണാമ സ്വഭാവമുള്ള പ്രപഞ്ചത്തിൽ ജനിച്ചന്ന് തൊട്ട് നമ്മുടെ ശരീരം പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. മരണം എന്നത് പൊടുന്നനെ നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. അത് ജനിച്ച നിമിഷം മുതൽ നിമിഷാനുനിമിഷം ദിവസങ്ങളിലൂടെ ഒരാൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനന മരണം എന്നത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. ജനനത്തെ നമ്മൾ അംഗീകരിച്ചാൽ മരണത്തെയും അംഗീകരിക്കണം. ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരമായ പല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിനൊക്കെ അധിഷ്ഠാനമായി മാറാത്ത ഒരു കേന്ദ്രം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് നിത്യമാണ്, ശാശ്വതമാണ്. അതിന് യാതൊരു ഇളക്കമില്ല, അതിന് യാതൊരു ചലനമില്ല. ശൈശവം, വാർദ്ധക്യം, യുവത്വം ഇതെല്ലാം കടന്നു പോകുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മരണത്തിലും ഞാൻ ഉണ്ടായിരുന്നു. എല്ലാ മാറ്റങ്ങൾക്കും സാക്ഷിയായി ഞാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെറും മാറുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ്. അനന്തമായ അസ്തിത്വത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ് ജനനം മരണം എന്നത്. ഞാൻ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും ഈ ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടുന്നു. ഇതെല്ലാം വെറും ഭ്രമം മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ദേഹീനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്രന മുഖ്യതി. ഈ പരിണാമത്തിലൊന്നും തന്നെ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇങ്ങനെ അനന്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല എന്ന തത്വമാണ് അർജുനനെ ഇവിടെ ബോധിപ്പിക്കുന്നത്. അർജുനൻ ഈ ദേഹം, ഈ ആളുകളെയൊക്കെ കൊല്ലുമ്പോൾ അതോടുകൂടി എല്ലാം ആ പാവം എനിക്ക് വരില്ലേ, ഇതെല്ലാം നശിക്കില്ലേ എന്നൊരു ചിന്തയാണ് അർജുനനെ അലട്ടുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആത്മാവിനൊരിക്കലും നാശമില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനെ ഓരോ ശ്ലോകത്തിലൂടെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും.